നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ ഹഗ്സിൻ്റെ NLP സീരീസിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഔട്ട്കം അച്ചീവ് ചെയ്യാനുള്ള ഒരു ടൂളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അഫർമേഷൻസ്. ഇത് എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ടൂൾസാണ്. ഞാൻ ഒരുപാട് പരീക്ഷിച്ച് വിജയം കണ്ട ഒരു ടൂളാണിത്, അഫർമേഷൻസ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇത് എൻ്റെ പഴയ വീഡിയോകളിൽ ഞാനിതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ കുറച്ചൊരു സയൻറ്റിഫിക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. അഫർമേഷൻസ് നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ അഫർമേഷൻ പറഞ്ഞാൽ കൂടുതലൊന്നുമില്ല, കുറച്ച് കഴമ്പുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് ഔട്ട്കം നമുക്ക് സാധ്യമാണ് എന്ന് ഉറപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്ത് നിർത്തുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. അത്രയേ ഉള്ളൂ അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അഫർമേഷൻസ് ഫ്രേസ് ചെയ്യാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്താണെന്നാൽ നമ്മൾ പോസിറ്റീവ് സിമ്പിൾ സെൻറ്റൻസിൽ അഫർമേഷൻസ് ഫ്രെയിം ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം, ഐ ക്യാൻ, ഐ ഹാവ്, ഐ ഡു, ഇങ്ങനെ തുടങ്ങുന്ന സിമ്പിൾ സെൻറ്റൻസ്, വെറും സിമ്പിൾ സെൻറ്റൻസിൽ ഇത് ഫ്രേസ് ചെയ്ത് വെക്കുക. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഫക്റ്റീവ് ആകുന്നത്, പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ്? ട്രാൻസ് മോഡിൽ. നമ്മൾ ട്രാൻസ് മോഡിൽ നിൽക്കുമ്പോഴാണ് ഈ അഫർമേഷൻസ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളതായി മാറുന്നത്. ട്രാൻസ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ്. ഞാനത് പേഴ്സണലി എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ റെക്കോർഡ് ചെയ്യും. എൻ്റെ സ്വന്തം വോയിസിൽ ഞാൻ റെക്കോർഡ് ചെയ്യും. ഞാൻ ലിസ്റ്റ് ഡൗൺ ചെയ്ത കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്യും. കിടക്കുന്നതിന് മുമ്പ് ഇത് കേൾക്കും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അലാം അടിച്ച് ഇത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യുന്ന ഇത് ഹെഡ്സെറ്റ് വെച്ച് ഉറക്കെ കേൾക്കുമെന്നാണ്. ഇടയ്ക്കൊക്കെ ഇത് കേട്ടുകൊണ്ടേയിരിക്കും. എൻ്റെ തന്നെ വോയിസ് ഞാൻ തന്നെ കേൾക്കുകയാണ്. സെൽഫ് അഫർമേഷനായി സിമ്പിൾ പോസിറ്റീവ് പ്രസൻറ്റ് ടെൻസിൽ ഞാനിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും കേൾക്കുന്നു. ഇത് എൻ്റെ സബ് കോൺഷ്യസിലേക്ക് ഞാൻ അറിയാതെ ഇറങ്ങിച്ചെല്ലുന്നു. സബ് കോൺഷ്യസ് പവർ ഹൗസ് ആണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഇനി ഈ അഫർമേഷൻസ് എന്ന് പറയുന്നത് ബിലീഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ബിലീഫ് സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ നമ്മളതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അത് ഫ്രെയിം ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. നമുക്ക് ആ ഫ്രേസസ് ഇപ്പോൾ ഒക്കർ ചെയ്യുന്ന പോലെ, ഇപ്പം നടക്കുന്ന പോലെ നമുക്ക് അനുമാനിക്കാം. ഐ ആം ബിക്കമിങ് സ്ട്രോങ്ങർ. നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. നമ്മൾ സ്ട്രോങ്ങർ ആകുന്ന പോലെ നമുക്ക് ചിന്തിക്കാം. ഇനി ഇതിനകത്തൊരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് ഞാൻ നിങ്ങളോട് പറയില്ല, കാരണം അത് കുരങ്ങൻ്റെ കഥ പോലെയാവും. ആ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജാവിന് നിത്യജീവനം വേണമെന്ന് പറഞ്ഞു വൈദ്യൻ്റെ അടുത്ത് ചെന്നു. വൈദ്യൻ പറഞ്ഞു, ഈ കുപ്പിയിലെ കഷായം കുടിച്ചാൽ മതി. കഷായം കുടിക്കുമ്പോൾ ഒരിക്കലും കുരങ്ങനെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചു? രാജാവ് എപ്പോൾ കുപ്പി കണ്ടാലും അപ്പോൾ കുരങ്ങനെക്കുറിച്ച് ചിന്തിക്കും. അതുകൊണ്ട് ഈ ക്ലോസ് ഞാൻ പറയില്ല. ഈ ക്ലോസ് പറഞ്ഞാൽ നിങ്ങൾ അഫർമേഷൻ സമയത്തെല്ലാം നിങ്ങളുടെ മനസ്സിൽ പോകുന്ന ആ ക്ലോസ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്യാനും നിൽക്കണ്ട. ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു നെഗറ്റീവ് സെൻറ്റൻസ് നമ്മൾ അഫർമേഷന് എടുക്കാൻ പാടില്ല. എക്സാമ്പിൾ, നമുക്ക് വണ്ണം കുറയണം. വണ്ണം കുറയണം എന്നുള്ളൊരു അഫർമേഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അത് നെഗറ്റീവാണ്. അവിടെ മനസ്സെടുക്കുന്ന, ഇറാഷണൽ ആയിട്ടുള്ള സബ് കോൺഷ്യസ് എടുക്കുന്ന വണ്ണം എന്ന് മാത്രമാണ്. ഓക്കെ, ഹെൽത്തി ആകണം, മസ്കുലർ ആകണം, ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് അഫർമേഷൻസ് ആണ്. ദേഷ്യം കുറയ്ക്കണം, പോസിറ്റീവ് അല്ല. ശാന്തശീലനാകണം, പോസിറ്റീവാണ്. ഈ ഒരു കരുതൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ അഫർമേഷൻസ് അങ്ങനെ വേണം ഫ്രെയിം ചെയ്യാൻ. ഇനി ഒരു അഫർമേഷൻ കൊടുക്കുമ്പോൾ ഒരിക്കലും ഒരു ഡെഡ് ലൈൻ കൊടുക്കാൻ പാടില്ല. ഞാൻ 3 മാസത്തിനുള്ളിൽ 6 പാക്കാരനാകും, ഞാൻ 3 മാസത്തിനുള്ളിൽ ഭയങ്കര സ്ട്രോങ് ആകും, ഞാൻ 3 മാസത്തിനുള്ളിൽ കോഡിങ് മുഴുവൻ പഠിച്ച് തീരും. ഇങ്ങനെ ഡെഡ് ലൈൻ കൊടുക്കരുത്. നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രം എടുക്കുക. ഇനി ഈ അഫർമേഷൻസ് യാഥാർത്ഥ്യമാകണമെങ്കിൽ സൈക്കോളജിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അഫർമേഷൻസ്
ഔട്ട്കംസ് ആദ്യം നല്ലൊരു ഔട്ട്കംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്കംസ് വളരെ നല്ല പേപ്പറിൽ എഴുതി എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക, കാണാൻ ഭാഗം ഒട്ടിച്ച് വെക്കുക. നല്ല പേപ്പറിൽ വേണം കേട്ടോ. തുണ്ട് കടലാസിൽ ചിട്ട് കടലാസിലൊന്നും ചെയ്ത് വെക്കരുത്. മനസ്സതിനെ സ്ക്രാപ്പി ആയിട്ട് കൺസിഡർ ചെയ്യും. നല്ല വാല്യൂ ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന കാര്യമാണ്. പ്രസൻറ്റേഷൻ ഈസ് ഓൾമോസ്റ്റ് എവറിത്തിങ്. അപ്പോൾ നല്ലൊരു ഏകദേശം നല്ലൊരു പേപ്പറിൽ എഴുതി വെക്കുക. ഞാൻ എൻ്റെ ഫോണിൽ ഗൂഗിൾ കീപ്പിൻ്റെ മോഡിലാണ് ഞാൻ ചെക്ക് ലിസ്റ്റ് ആയിട്ട് വെക്കാറ്. ഫോണിലായാലും മതി. അത് നല്ല വൃത്തിയായി ചെക്ക് ലിസ്റ്റ് ആയിട്ടായിരിക്കും വെക്കുന്നത്. കളർ കോഡും ഒക്കെ ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ബോൾഡായിട്ടും പല കളറിലും പ്രയോറിറ്റി അനുസരിച്ചുമായിട്ടാണ് ഞാൻ വെക്കുന്നത്. ഇനി ഔട്ട്കംസ് എഴുതി. ഇനി അഫർമേഷൻസ്. ഈ അഫർമേഷൻസ് നമ്മൾ എഴുതുകയാണെങ്കിൽ നല്ല കൈശ്രത്തിൽ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുക. ഇത് ഒരു ദിവസം പല പ്രാവശ്യം വായിക്കുക, സ്വയം വായിക്കുക. നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണമെങ്കിൽ പല പ്രാവശ്യം കേൾക്കുക, പറ്റുമ്പോഴൊക്കെ കേൾക്കുക. നിർബന്ധമായും കിടക്കുന്നതിന് മുമ്പും എണീറ്റ് കഴിഞ്ഞ് ഉടനെ കേട്ടിരിക്കണം. ഓക്കെ, അഫർമേഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, എപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് തന്നെ ഔട്ട്കം ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ട അഫർമേഷൻസ് ചെയ്ത് തുടങ്ങുക. NLP അനുസരിച്ച് വിത്തിൻ 21 days യു വിൽ സ്റ്റാർട്ട് സീയിങ് വിസിബിൾ റിസൾട്ട്സ്. നമുക്ക് വിസിബിളായിട്ടുള്ള ചേഞ്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത സെറ്റ് ഒരു നഗറ്റ്സുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി, ബൈ ബൈ.